മുതിർന്ന നടൻ ധർമ്മേന്ദ്ര മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം കഴിയുന്നത്. മുതിർന്ന നടൻ ധർമ്മേന്ദ്രയെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യപരിശോധനയ്ക്കായി അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അന്ന് അദ്ദേഹം സുഖമായിരിക്കുന്നുവെന്ന് ഭാര്യ ഹേമമാലിനി മാധ്യമങ്ങളോട് പറഞ്ഞത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു അന്ന് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. അതേസമയം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം കഴിയുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് സണ്ണി ഡിയോൾ നിഷേധിച്ചു. 1960-ൽ ദിൽഫി തേര ഹംഫി തേര എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ധർമ്മേന്ദ്ര 1960-കളിൽ 50, ബന്ദിനി, അനുപമ, അയസവൻ, ധൂംകി തുടങ്ങിയ സിനിമകളിൽ സാധാരണക്കാരന്റെ വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടാണ് തന്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് ഷോലെ, ധരംവീർ, ചുപ്കെ ചുപ്കെ, മേരാ ഗാവ് മേരാ ദേശ്, ഡ്രീം ഗേൾ എന്നിവയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തു. ധർമ്മേന്ദ്ര അവസാനമായി അഭിനയിച്ചത് 2024-ൽ പുറത്തിറങ്ങിയ തേരി ബാത്തോ മീം ഐസ ഉൽജാ ജിയ എന്ന ചിത്രത്തിലാണ്. ഷാഹിദ് കപൂർ, കൃതി സനോണും അഭിനയിച്ച ചിത്രമായിരുന്നു ഇത്. പ്രശസ്ത സംവിധായകൻ ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്യുന്ന ഇക്കീസ് എന്ന ചിത്രത്തിലാണ് താരം അടുത്തതായി അഭിനയിക്കാൻ ഒരുങ്ങുന്നത്. ഡിസംബർ 8-ന് താരം 90 വയസ്സ് പൂർത്തിയാക്കും. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.